ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ജിംഖാന ബോയ്സിനെ ഞാൻ കണ്ടുവന്നു, അതായത് ആലപ്പുഴ ജിംഖാന. പടത്തിൻ്റെ മെയിൻ പോസിറ്റീവ് ആകെ 2.25 മണിക്കൂർ സിനിമയുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ്. സിനിമയുടെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തിരക്കഥാകൃത്ത് ശ്രീനി ശശീന്ദ്രൻ. സിനിമയിൽ ജിംഖാന പിള്ളേരുകളുണ്ട്. അതിൽ എല്ലാവരുടെ പേര് എനിക്കൊന്നും അറിയില്ല. മെയിനായിട്ട് നസ്ലിൻ, ലുക്മാൻ കോച്ചായിട്ടാണ് വരുന്നത്. പിന്നെ ഗണപതി, പിന്നെ ജിംഖാന എല്ലാവരും അവരവരുടെ വേഷങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ഞാൻ പറഞ്ഞല്ലോ 2.25 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ തന്നെ സ്റ്റോറി പറയാനും ക്ലൈമാക്സിൽ എത്തിക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലെനിക്ക് മറ്റൊരു പ്രത്യേകത തോന്നിയത് നസ്ലിൻ്റെ സ്ഥിരം ഒരു സ്ലാങ് എന്നുണ്ടല്ലോ, അതായത് ഭയങ്കര നീട്ടി വലിച്ചിട്ടുള്ള തൃശ്ശൂർ പ്ലസ് കൊച്ചി സ്ലാങ് ഇല്ലാതെ അധികം നീട്ടാതെ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് ഇതിലെ ഡയലോഗ്സൊക്കെ നസ്ലിൻ്റെ വന്നിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഫസ്റ്റ് ഹാഫിൽ ഫുള്ളായിട്ടും നസ്ലിനാണ് ലീഡ് ചെയ്യുന്നത്. ജിംഖാന പിള്ളേരെല്ലാവരും ഉണ്ട്, അവരും ഇടയ്ക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നല്ല കോമഡികളുണ്ട്, കാര്യങ്ങളുണ്ട് പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എല്ലാവരും ഈക്വലായിട്ടാണ് സ്കോർ ചെയ്യുന്നത്. നസ്ലിനുണ്ട്, പ്ലസ് അവരും നസ്ലിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് പോകുന്നത്. പിന്നെ ക്ലൈമാക്സിൽ വീണ്ടും നസ്ലിനൊരു കൈയടിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു പരിപാടിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്. സ്ഥിരം ഒരു സ്പോർട്സ് സിനിമ അല്ലെങ്കിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു, ഇപ്പം നമ്മൾ ദാവീദിലൊക്കെ ബോക്സിംഗ് ആയിരുന്നെങ്കിൽ അതൊരു സീരിയസ് അപ്രോച്ച് ആയിരുന്നല്ലോ. ഇതിലങ്ങനെയല്ല, ഇതൊരു സ്പോർട്സ് പ്ലസ് കോമഡി ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അഭിനയിച്ച ചെക്കന്മാരെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ. പിന്നെ അതിൽ എടുത്തു പറയുന്നത് ലുക്മാൻ്റെ ഒരു ലുക്കും പുള്ളിയുടെ ഒരു അപ്പിയറൻസ് ഒക്കെ വളരെ നന്നായിട്ട് തോന്നി. പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ ബോക്സറിൻ്റെ ഒരു കോച്ചിൻ്റെ ഒരു പരിപാടിയും എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അതുപോലെ നസ്ലിനായാലും എല്ലാവരും ഒരു അപ്പിയറൻസ് ഒക്കെ മൊത്തം മാറിയിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ജിംഖാന ബോയ്സ് ആയിട്ട് വരുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ ഹെയർ കളർ ചെയ്തിട്ടുള്ളൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിയുടെ ഒരു സീനുണ്ട്, പർട്ടിക്കുലർ സീൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ കൈയടിച്ച് പോകും. ആ രീതിയിൽ പടം സെറ്റ് ചെയ്യാനായിട്ട് ഡയറക്ടറിനെ പറ്റി. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൽ ഒരു തല്ലുമാലയുടെ എസൻസ് വന്നിട്ടുണ്ട്. അതായത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ക്ലൈമാക്സിൽ നമുക്ക് മീൻസ് തല്ലുമാലയിൽ നമുക്ക് കിട്ടിയൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു ആക്ഷൻ, ഒരു ഫുള്ളൊരു ഇടി പരിപാടി, അത് ഇതിൽ കൊണ്ടുവരാൻ കുറച്ച് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നല്ലതായിരുന്നു. അത് നല്ലൊരു, നമുക്കത് തോന്നും, അത് അവിടെ ഒരു ആക്ഷൻ വേണമെന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ തല്ലുമാലയിൽ തന്നെ ശരിക്കും അതിൽ ടോവിനോന് ശരിക്ക് മുഖത്തടി കിട്ടുന്ന സീൻ വളരെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഖാലിദ് റഹ്മാൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് ഇപ്പോൾ പുള്ളി കൊണ്ടുനടക്കുന്നു തോന്നുന്നു. കാരണം അത് സെയിം ഒരു സീൻ ഇതിലുണ്ട്. നസ്ലിന് കറക്റ്റ് ബോക്സിങ് റിങ്ങിൽ വെച്ച് ഇടി കിട്ടുന്നത്. പക്ഷെ അത് തല്ലുമാലയൊക്കെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അത്രയും ആ ഒരു നല്ലൊരു ഇടി കിട്ടിയ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ആവുന്ന രീതിയിൽ തന്നെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ആർക്ക് കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്തിന് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു 20s, 30s, 40s എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് കോമഡി സിനിമയാണ്. പ്ലസ് ഫാമിലിക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന, യൂത്ത് പ്ലസ് ഫാമിലി കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷു ചിത്രങ്ങൾ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഒരു പൊടിക്ക് ഒരു തരി എനിക്ക് ഇഷ്ടം തോന്നിയ സിനിമ ആലപ്പുഴ ജിംഖാനയാണ്. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 2.8 ഔട്ട് ഓഫ് 5 ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.